ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് നമ്മളെ MBBS ലൈഫാണ്. അതായത് ഫൈനൽ ഇയറിന്റെ ഫൈനൽ ഡേ ആണെന്ന്. അപ്പൊ നമ്മള് ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം എടുക്കാൻ പറ്റും അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ഒപ്പം തന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ എക്സ്പീരിയൻസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇൻട്രോ ജസ്റ്റ് ഞാൻ ക്ലാസ് നിർത്തുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ തിരിച്ച് ഹോസ്റ്റലിൽ കയറുമ്പോൾ ഇതുപോലെ പഞ്ച് ചെയ്തിട്ട് വേണം കയറാനും ഇറങ്ങാനും. അപ്പോൾ ഇന്ന് 9 മണിക്ക് നമുക്ക് സർജറീൻ്റെ ക്ലിനിക്സ് ഉണ്ട്. അപ്പം അതിലേക്ക് പോവുകയാണ് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി. അയ്യോടി ഞാൻ കട്ട് ചെയ്യൂല കേട്ടോ. മാറി ഞാനങ്ങ് തിരിക്കട്ടെ. അർഫാന, ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ? അപ്പൊ എന്ത് തോന്നുന്നു? ഇതിനെ പറഞ്ഞു. ലാസ്റ്റ് ഡേ 4 ഇയേഴ്സ് പെട്ടെന്ന് പോയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ലൈക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വന്നിട്ടുണ്ട്. എനിവേ ഇപ്പൊ എക്സാം വരാൻ പോവാണ്. നമ്മുടെ ക്ലിനിക്കൽ ക്ലാസ് ഇന്ന് കഴിയും. അപ്പം ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയാ, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇതുവരെയുള്ള വർഷങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയത് വർഷം എനിക്ക് ഫസ്റ്റ് ഇയർ ആയിരുന്നു. അനാട്ടമി ഭയങ്കര പാടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രെസ്ഫുൾ ആണ്, ബട്ട് കുഴപ്പമില്ലായിരുന്നു. തിയറി പ്രാക്ടിക്കലൊക്കെ കുഴപ്പമില്ലാണ്ട് പോയി. തേർഡ് ഇയർ പിന്നെ 2 സബ്ജക്റ്റല്ലേ നമുക്കുള്ളൂ, അതുകൊണ്ട് അതും സീനില്ലായിരുന്നു. ഫൈനൽ ഇയർ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് എങ്ങനെ ആവും എന്നറിയില്ല. ഹോപ്പ്ഫുള്ളി നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഡേ അല്ലേ, എന്തോന്നു? ശരിക്കും നല്ല വിഷമം തോന്നുന്നുണ്ട്. പറയാൻ കാരണം ബാച്ചിലേഴ്സിനെ പിന്നെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഓൾ ബാച്ചാണോ എ ബാച്ചാണോ? മെയിൻ ആയിട്ട് പറയുമ്പോൾ എ ബാച്ചാണ്. ഓൾ ബാച്ച് ഉണ്ടെങ്കിൽ പോലും എ ബാച്ചിൽ ആ ഒരു വൈബ് വേറെ എവിടെ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയുണ്ട് ലാസ്റ്റ് ഫൈനൽ ഇയർ MBBS? ഫൈനൽ ഇയർ MBBS എന്ന് പറയുമ്പോൾ മെയിൻലി സ്ട്രെസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ബാക്കി നമ്മുടേതായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് അവരൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു സ്ട്രെസ് എന്തായാലും കൂടുതൽ. കല്യാണം കഴിക്കുന്ന കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ കല്യാണം കഴിച്ച കുട്ടികളൊക്കെ ആകുമ്പോൾ അത് കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല. MBBS എടുത്തതിൽ റിഗ്രറ്റ് ഉണ്ടോ? തുടക്കത്തിൽ ചെറുതായിട്ട് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും പിന്നെ കുറെ ലൈഫ് രീതിയിലൊക്കെ പഠിക്കാൻ പറ്റിയതുകൊണ്ട്. താങ്ക് യു. നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ചാറ്റ്സ് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. സങ്കടം തോന്നാറുണ്ടോന്ന് വെച്ചാൽ തോന്നാറൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ആയതുകൊണ്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ കുറച്ച് സങ്കടമൊക്കെ കുറയും. പിന്നെ എന്തായാലും ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുമല്ലോ. കഴിഞ്ഞാൽ മതി എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ട്. ഹോസ്റ്റൽ ലൈഫ് കംപ്ലീറ്റ്ലി മടുത്ത്, അതുകൊണ്ട് വീട്ടിലേക്ക് പോകണമെന്ന് കഴിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞ് നമുക്ക് നമ്മുടേതായ രീതിയിൽ നല്ലപോലെ എൻജോയ് ചെയ്യാനും നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫ് നമുക്ക് കിട്ടുമല്ലേ, അതിന്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. കോഴ്സ് ചിലപ്പോൾ റിഗ്രറ്റും തോന്നില്ല. റിഗ്രറ്റ് ഒന്നും അങ്ങനെ ഇല്ല, നമ്മൾ ഇഷ്ടപ്പെട്ട് വന്നതല്ലേ. ബാച്ചൊക്കെ ഇഷ്ടമാണോ? ഓക്കെ. ആദ്യ കോളേജിൽ വന്നതിന് ശേഷം വരുന്നതിന് മുമ്പ് ആദ്യക്ക് ഒരു മേജർ ഡിഫറൻസ് എന്താ? കുറെ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അത് ഭയങ്കര എല്ലാവരും സംസാരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിന്. പിന്നെ അങ്ങ് ശരിയായി. എന്താ പറയാ, ഹോസ്റ്റലിൽ ഞാൻ ഇതുവരെ നിന്നിട്ടില്ല, റിപ്പീറ്റ് ചെയ്തപ്പോൾ നിന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴും ഭയങ്കര പാടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഹോം സിക്ക് ആയിരുന്നു ഞാൻ. പിന്നെ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എല്ലാവരുമായിട്ട് നല്ലോണം ഇതായിട്ട് വന്നപ്പം കുറെ ഇതായി. പിന്നെ കുറച്ച് ഇൻഡിപെൻഡന്റ് ഒക്കെ ആയി. അങ്ങനെ വീട്ടിൽ നിന്ന് എന്നെ വിടത്തൊന്നും ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി വന്നപ്പോഴേക്കും എല്ലാം ശരിയായി. നല്ലോണം മാറ്റം ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ വന്നത്. MBBS അല്ലെങ്കിൽ വേറെ MBBS അല്ലെങ്കിൽ ഞാൻ ഞാൻ ദുബായിൽ തന്നെ സെറ്റിലായി. അവിടെ ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു 3-4 കുട്ടികളൊക്കെ പ്രസവിച്ച് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ചാല് ഇത് ഫ്രീ ആണ്. പൊടിച്ചിട്ട് കിട്ടും. നീ എന്ത് കോഴ്സ് എടുത്തേനെ? ഞാൻ എഞ്ചിനീയറിംഗ് തീർത്തേനെ. നീ എന്തിനും പോയായിരുന്നു? ഇവിടെ കിട്ടുന്നതിന് മുമ്പ് ഇതൊക്കെ ലാസ്റ്റ് അല്ലായിരുന്നു. ഓക്കെ. എന്തെടുത്തേനെ? ടീച്ചിങ് പ്രൊഫഷൻ. ഓക്കെ. ഐസറിലോ എന്തെങ്കിലും MBBS അല്ല, നീ എന്തെടുത്തേനെന്ന് അറിയില്ല. ചുളുകിന് കിട്ടിയതാണ് MBBS. ചിലപ്പോ മോട്ടിവേഷൻ ഓരോ ക്വസ്റ്റ്യൻ MBBS ലൈഫ് അല്ല, MBBS വന്നതിന് മുമ്പും ശേഷമുള്ള മാറ്റം എല്ലാം ക്വസ്റ്റ്യൻ ഉണ്ട്. ആശുപത്രി പറ, ക്ലാസ് എങ്ങനെയുണ്ട് പറ.
ഒരു ക്ലാസ് റെപ്പ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കോൺസ് ഉണ്ടാവും. ഞാൻ ഇതിലൊരു കോൺസ് ആയിട്ട് ഒരു ഇത് കാണുന്നത്, നമുക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ആളുകളായിട്ടും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും. നമ്മൾ ഒരുപാട് ഡോക്ടർമാരെയും ഒരു മെഡിക്കൽ ഫീൽഡിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റിലെല്ലാം നമുക്കൊരു ചെറിയൊരു വേര് പോലെ ചെറിയൊരു ബന്ധങ്ങൾ നമുക്ക് കിട്ടും. പുറമേയുള്ള കോളേജിലെ ഫ്രണ്ട്സ് ആയിട്ട് അതെ, നമുക്ക് ഓൾ കേരള റെപ്പ്മാരുടെ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ നമുക്ക് ഓരോ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കോൺടാക്ട്സ് വരും, ഒരുപാട് ഡോക്ടർമാരെ പരിചയപ്പെടാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ഇത്. പിന്നെ നമുക്ക് സ്റ്റുഡൻസിനായിട്ട് ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്യാനും എല്ലാവരോടും സംസാരിക്കാനും എല്ലാത്തിനും ഒരു വേ അതിൽ കിട്ടും. പക്ഷേ പിന്നെ ഇതിലൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള സമയങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. നമ്മുടെ ലൈഫിന്റെ ഒരു വിലപ്പെട്ട സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. പിന്നെ ചിലർക്കെങ്കിലും നമ്മുടെ ചെറിയ രീതിയിലേക്ക് ദേഷ്യം ഇതിലൂടെ ഉണ്ടാകും. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിക്കോന്നുണ്ടാവില്ല. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ ചിലർക്ക് നമ്മൾ ദേഷ്യം ഉണ്ടാവും. ഞാൻ ആഗ്രഹിക്കുന്ന ആർക്കും നമ്മൾ ദേഷ്യം ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും നടക്കണം, അങ്ങനെ തന്നെ എപ്പോഴും ആഗ്രഹിക്കുള്ളൂ. ചില കാര്യങ്ങൾ ഉറപ്പായിട്ട് അങ്ങനെ തന്നെയാണല്ലോ. എന്റെ കൈക്കുള്ളിൽ ഒതുങ്ങൂല. നമ്മുടെ കൈക്കുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ദേഷ്യം ഉണ്ടാവും. ആർക്കും ദേഷ്യമില്ലാതെ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ ഉണ്ടാവട്ടെ. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ ഒരു മാവില്ലാത്ത മാങ്ങയിൽ ആരും കല്ലെറിയില്ല. മാവില്ലാത്ത മാങ്ങയല്ല, മാങ്ങയില്ലാത്ത മാവ്. മാങ്ങയില്ലാത്ത മാവിൽ ആരും കല്ലെറിയൂല. പക്ഷെ മാങ്ങയുള്ള മാവിലാണെങ്കിൽ കല്ലെറിഞ്ഞോണ്ടേ നിൽക്കും. അതേപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നമ്മളെ ലൈഫായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചാൽ എന്തായാലും അവിടെ നല്ലതും ഉണ്ടാവും, കല്ലേറും ഉണ്ടാവും. ആ കല്ലേറ് നല്ലത് ആവുമായി മാറാനും പറ്റും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതുണ്ടാവും, കല്ലേറുണ്ടാവും. ആ കല്ലേറ് നല്ലത് ആവുമായി മാറാനും പറ്റും. ഇതൊന്നും വരാൻ പാടില്ല. ഞാനിടും. പിന്നെ നമ്മളെല്ലാവരും റെക്കോർഡ് ചെയ്താൽ തുടങ്ങി. ഇപ്പോൾ ചറ റെക്കോർഡ് ചെയ്താണ്. കാരണം മോഡൽ എക്സാം ആകുമ്പോഴത്തേക്കും എല്ലാ സബ്ജക്റ്റിനും റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചറ റെക്കോർഡ് ചെയ്യുന്നതിനിടയ്ക്കും നമുക്ക് ഇന്നലെ എടുത്ത റീൽ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഒരു റീലും കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഡിറ്റ് ചെയ്യലാണ് നമ്മളിപ്പോൾ എഡിറ്റർ അർഫാനയുടെ പണി. അപ്പോഴേക്കും ഇത് ആഷിഫ് കേക്കും കൊണ്ട് വന്നു. അങ്ങനെ പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. സർജറിയിലെ ഒരുവിധപ്പെട്ട എല്ലാ സാറുമാരും PGക്കാരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സാറുമാർക്ക് വരാൻ പറ്റിയില്ല, OTയിലെ തിരക്ക് കാരണം. അപ്പം വന്നവരെ വെച്ച് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ എല്ലാവർക്കും അവരുടെ അനുഭവങ്ങൾ പറയാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ എങ്ങനെയാണോ കണ്ട് അപ്പോൾ ഇത് OBGയിലും കൂടി ഒരു കേക്ക് കട്ട് ചെയ്തതോടുകൂടി നമ്മൾ ഈ വർഷത്തെ എല്ലാ കേക്ക് കട്ടിങ്ങും എല്ലാ അക്കാഡമിക്സും ഇവിടെ തീരുക കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്നു. ക്ലാസ്സിൽ വരാൻ മടിയുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ചിരിയും കളിയും നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ നമ്മൾ ഇത്രയും വേഗം കഴിയുമെന്ന് വിചാരിച്ചിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ വരുന്ന കുട്ടികളുടെ കൂടെ ആയിരിക്കില്ല ഫൈനൽ ഇയർ. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഫസ്റ്റ് ഇയർ ആർക്കാണെന്ന് വിചാരിച്ചതായിരുന്നു. അവർ തന്നെ എനിക്ക് ലാസ്റ്റ് ഇയർ അവരെന്നെ കൂടിയത്. അതെനിക്ക് ഭയങ്കര സന്തോഷം. തിയറി ക്ലാസ്സൊക്കെ നല്ല കാര്യമില്ല. അതിലേറെ നമുക്ക് സാധിക്കും. പഠിക്കുന്ന കാര്യത്തിലായാലും ഇവിടെ പെട്ടെന്ന് നിൽക്കാൻ പറ്റും. സാറന്മാരിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഏതാ?